9, 8, 7, 6, 5, 4, 3, 2, 1. സോവിയറ്റ് യൂണിയന്റെ ഉപഗ്രഹമായ സ്പുട്നിക് 1 ബഹിരാകാശത്തിലേക്ക് വിക്ഷേപിച്ചു. മനുഷ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഒരു മനുഷ്യനിർമ്മിത വസ്തു നാം ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. പക്ഷേ അയച്ച സമയം കുറച്ച് പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ കോൾഡ് വാർ അഥവാ ശീതയുദ്ധം നടക്കുന്ന കാലമായിരുന്നു അത്. നാം സാധാരണ കേട്ടിട്ടുള്ള ഒരു യുദ്ധമല്ലാതെ, മറിച്ച് സാങ്കേതിക വിദ്യയിൽ ആര് മുൻപന്തിയിലെത്തുമെന്നുള്ള ഒരു ചോദ്യമായിരുന്നു കോൾഡ് വാർ. ബഹിരാകാശത്തേക്കുള്ള ആദ്യ ഉപഗ്രഹം സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചത് അമേരിക്കയ്ക്ക് വലിയൊരു ആഘാതമായിരുന്നു. ശേഷം അമേരിക്ക ബഹിരാകാശത്തേക്കുള്ള ആദ്യ ചുവടുവയ്പ്പിനുള്ള ശ്രമം ആരംഭിച്ചു. അതിനായി അമേരിക്ക പുതിയ ഒരു സ്പേസ് ഏജൻസിയെ നിർമ്മിച്ചു. എന്നാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 2 എന്ന അടുത്ത വിക്ഷേപണവും നടത്തി. പക്ഷേ സ്പുട്നിക് 1 പോലെ ആയിരുന്നില്ല സ്പുട്നിക് 2. സ്പുട്നിക് 2-വിൽ ഒരു ജീവിയുമുണ്ടായിരുന്നു. അങ്ങനെ ബഹിരാകാശത്തേക്ക് ആദ്യമായി ഒരു ജീവിയെ എത്തിച്ച പദവി സോവിയറ്റ് യൂണിയൻ നേടി. അമേരിക്ക അപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വർഷത്തിനു ശേഷം, അതായത് 1958-ൽ അമേരിക്ക തങ്ങളുടെ ആദ്യ ഉപഗ്രഹമായ എക്സ്പ്ലോറർ 1 വിക്ഷേപിച്ചു. എന്നാൽ അമേരിക്ക സോവിയറ്റ് യൂണിയനെ അപേക്ഷിച്ച് വളരെയധികം പുറകിലായിരുന്നു. എല്ലാ കാര്യങ്ങളും സോവിയറ്റ് യൂണിയൻ ചെയ്തതിനു ശേഷമായിരുന്നു അമേരിക്കയ്ക്ക് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നത്. ശേഷം ലൂണ 1, ലൂണ 2 എന്ന ഉപഗ്രഹങ്ങളും സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചു. ലൂണ 2 യഥാർത്ഥത്തിൽ ചന്ദ്രനെയായിരുന്നു ലക്ഷ്യം വെച്ചത്. അങ്ങനെ ചന്ദ്രനെ സ്പർശിച്ച ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തുവെന്ന പദവി ലൂണ 2-വിന് ലഭിച്ചു. 1961-ൽ വിസ്മയകരമായ മറ്റൊരു വിജയം സോവിയറ്റ് യൂണിയൻ നേടി. ബഹിരാകാശത്തേക്ക് ആദ്യമായി ഒരു മനുഷ്യനെ സോവിയറ്റ് യൂണിയൻ എത്തിച്ചു. അതൊരു ചരിത്ര നേട്ടമായിരുന്നു സോവിയറ്റ് യൂണിയന്. ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ സോവിയറ്റ് യൂണിയനെ അഭിനന്ദിച്ചു. ഒരു മാസത്തിനു ശേഷം അമേരിക്ക ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയച്ചെങ്കിലും സോവിയറ്റ് യൂണിയന്റെ പ്രകാശത്തിൽ അമേരിക്ക മങ്ങിപ്പോയിരുന്നു. ലോകരാജ്യങ്ങൾക്കിടയിലുള്ള അമേരിക്കയുടെ റെപ്യൂട്ടേഷൻ കുറഞ്ഞു വരികയായിരുന്നു. കോൾഡ് വാറിൽ വിജയിക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് പുതുതായി എന്തെങ്കിലും ചെയ്യണമായിരുന്നു. പ്രസിഡന്റ് കെന്നഡി ഇതിനായി പല വിധത്തിലുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പലതരത്തിലുമുള്ള ആശയങ്ങൾ അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾ മുന്നോട്ട് വെച്ചു. എന്നാൽ കെന്നഡി അവയെല്ലാം നിരസിച്ചു. കാരണം അദ്ദേഹത്തിന്റെ ചില വ്യവസ്ഥകളായിരുന്നു.